ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളവാണി ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം ചുവന്ന അങ്കിയെക്കുറിച്ചാണ്. തിരക്കേറിയ ഭൗതിക ജീവിതത്തിൽ നിന്നെല്ലാം ഒരൽപ്പം മാറി നിന്ന് ആത്മീയ ജീവിതത്തെ മെച്ചപ്പെടുത്താനും ബലപ്പെടുത്താനുമുള്ള സമയമാണ് നോമ്പുകാലം. ദൈവത്തോട് ചേർന്ന് ദൈവിക ചിന്തകളോട് ചേർന്ന് ചിന്തിക്കുവാനും ജീവിക്കുവാനും തിരുസഭ നമുക്ക് നൽകുന്ന സുവർണകാലം. ഈ സുവർണകാലം നന്മയിൽ, അതായത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെ കൂടുതൽ ശോഭയേറിയതാക്കാം. പൊതുവെ അങ്കി അല്ലെങ്കിൽ മേലങ്കി എന്ന പദം നിലകൊള്ളുന്നത് സംരക്ഷണത്തിൻ്റെയും രാജകീയത്വത്തിൻ്റെയും അടയാളമായിട്ടാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിലും അങ്കിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ഏലിയ പ്രവാചകന്റെ മേലങ്കി, ജോസഫിൻ്റെ അങ്കി, അങ്ങനെ ഒത്തിരി ഇടങ്ങളിൽ അങ്കിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പുതിയ നിയമത്തിലെ വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ യോഹന്നാൻ എന്നിവരുടെ സുവിശേഷങ്ങളിലാണ് ചുമന്ന പുറങ്കുപ്പായം, ചുമന്ന വസ്ത്രം, ചുമന്ന മേലങ്കി എന്നിങ്ങനെ വ്യത്യസ്ത രീതിയിൽ രേഖപ്പെടുത്തുന്നത്. ചമ്മട്ടി കൊണ്ട് അടിച്ചതിന് ശേഷം പരിഹസിക്കുന്നതിന് വേണ്ടിയാണ് അവർ ചുവന്ന മേലങ്കി ഈശോയെ ധരിപ്പിച്ചത്. ലിഖിതങ്ങളിൽ ലളിതമായി ചമ്മട്ടിയടിയെന്ന് നാം എഴുതി കാണുന്നു. എന്നാൽ മെൽ ജിബ്സന്റെ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ ഈശോ അനുഭവിച്ച ചമ്മട്ടിയടിയുടെ ആഴം എത്രത്തോളം വേദനയാർന്നതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മനുഷ്യനെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ചമ്മട്ടികളാലും മുള്ളാണികളാലും ശരീരത്തിൽ ഏൽക്കപ്പെട്ട മുറിവുകളിലൂടെ രക്തം വാർന്നൊഴുകി നിൽക്കുമ്പോൾ പരിഹാസകർ ഈശോയെ ധരിപ്പിച്ചത് വെറുമൊരു രക്തവർണ്ണ അങ്കിയായിരുന്നില്ല. ബാഹ്യനേത്രങ്ങൾക്ക് അത് പരിഹാസ വസ്തുവായിരുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ പിതാവായ ദൈവത്തിന് പുത്രനോടുള്ള സ്നേഹത്തിൻ്റെ ബലപ്പെടുത്തലിൻ്റെ പ്രതിഫലനമായിരുന്നു അത്. തൻ്റെ പുത്രനിലൂടെ നിറവേറ്റപ്പെടാൻ പോകുന്ന രക്ഷാകര ദൗത്യത്തിന് ശക്തിയും ധൈര്യവും നൽകിക്കൊണ്ടുള്ള ഒരു പിതാവിൻ്റെ ആലിംഗനമായിരുന്നു അത്. ഈശോ കടന്നുപോയത്ര വേദനാജനകമല്ലാത്ത കാൽവരി അനുഭവങ്ങളിലൂടെ കടന്നുപോയവരും ഇനിയും കടന്നു പോകാനുള്ളവരുമാണ് ഞാനും നിങ്ങളുമൊക്കെ. ജീവിതത്തിലെ തീർത്താലും തീരാത്ത കടബാധ്യതകൾ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവ തുടങ്ങി നിരവധി കാരണങ്ങളാൽ പ്രതീക്ഷയുടെ എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ട് എല്ലാവരാലും ഒറ്റപ്പെടുത്തപ്പെട്ട് ജീവിതം ആ പ്രശ്നത്തോടെ അവസാനിച്ചു എന്ന് സ്വയം വിധിയെഴുതി മനസ്സും ശരീരവും ഒരുപോലെ രക്തം വാർന്നു നിൽക്കുമ്പോൾ ഒന്നോർക്കുക, ഈശോയെ പൊതിഞ്ഞ സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും സംരക്ഷണത്തിൻ്റെയും ചുവന്ന മേലങ്കി നമ്മുടെ കാൽവരി യാത്രയിലും എന്നെയും നിങ്ങളെയുമൊക്കെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ടെന്ന്. ഒരുപക്ഷെ ഇന്നിൻ്റെ ജീവിതത്തിൽ നമ്മെ പൊതിഞ്ഞു പിടിക്കുന്ന ചുവന്ന അങ്കികൾ നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, കൂട്ടുകാരായിരിക്കാം. ആരായിരുന്നാലും യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുക എന്നതാണ് പ്രധാനം. പിതാവിൻ്റെ ചുവന്ന മേലങ്കിയാൽ പൊതിയപ്പെട്ട ഈശോ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എല്ലാ പീഡാസഹനങ്ങളെയും കുരിശുമരണത്തെ പോലും ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയും മൂന്നാം ദിനം മഹിമയോടെ ഉയർക്കുകയും ചെയ്തു. അതുപോലെ നമ്മുടെ കാൽവരി ജീവിതത്തിലെ ഇത്തരം അനുഭവങ്ങളിൽ നഷ്ടധൈര്യരാകാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഉയർപ്പിൻ്റെ ദിനങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ട് മുന്നേറാം. ഈ നോമ്പുകാലത്തിൽ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ചുവന്ന മേലങ്കിയാൽ പുതയപ്പെടാനും അപരൻ്റെ ജീവിതത്തിൽ ചുവന്ന മേലങ്കിയായി മാറ്റപ്പെടാനുമുള്ള വലിയ കൃപ നല്ലവനായ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.